ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കണം നമ്മളെ കണ്ണൂർ ജില്ലയില് ചപ്പാരപ്പടം നേരെ 1.5 കിലോമീറ്റർ മാറിയിട്ട് മടന്തട്ട് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പൊ ഇവിടെ 32 സെന്റ് ഈ കാണുന്ന ഒരു 32 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളെ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആയിക്കോട്ടെ. തളിപ്പറമ്പ് പെരുമ്പടവ് ചെറുപുഴ റൂട്ടാണ് ഇത് കേട്ടോ. ചപ്പാരപ്പടവ് നേരെ 1.5 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഈ റോഡ് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ ഇടക്കോത്തിനാണ് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് മടന്തട്ട് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ ഇങ്ങോട്ട് എത്താനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മടന്തട്ട് ടൗണിൽ ഇതാക്കണ TNJ മില്ലുണ്ട്, മരമില്ല്. അപ്പൊ അതിന്റെ നേരെ തൊട്ടടുത്തുള്ള പ്ലോട്ടാണ് ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ലാൻഡ് മാർക്ക് അതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കേട്ടോ. ബസ് റൂട്ടാണ്. ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തോട്ടും ബസ് ഉണ്ട്. ചെറുപുഴയ്ക്കാണെങ്കിലും ചപ്പാരപ്പടവും പെരുമ്പടവും ഒക്കെ പോകാൻ ബസ് ഇഷ്ടം പോലെ. കണ്ണൂരിനൊക്കെ വെറും 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തളിപ്പറമ്പിലാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ ദൂരമാണുള്ളത്. അപ്പൊ ചെറുപുഴ പോണ ബസ്സാണ് ഇത് കേട്ടോ. ചെറുപുഴയ്ക്കൊക്കെ ഉള്ള ബസ്സാണ് ഈ പോണത്. അപ്പൊ ഇനി എന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ അപ്പുറത്തെ സ്ഥലം പറഞ്ഞ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോവാണ്. ഇനി പ്ലോട്ടിന്റെ രണ്ട് സൈഡിലും റോഡാണ്. ഈ ഒരു ഭാഗത്ത് ടാറിംഗ് റോഡ്, അതുപോലെ ആ ഒരു ഭാഗത്ത് സാധാരണ റോഡും ഉണ്ട്. രണ്ട് ഭാഗത്ത് റോഡുള്ളതാണ് കേട്ടോ. അപ്പൊ താഴോട്ട് വീതി കൂടുതലാണ് സ്ഥലത്തിന്. ഈ ഒരു ഭാഗത്ത് കുറച്ച് വീതി കുറവാണ്. അപ്പൊ ഇവിടുന്ന് നേരെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാം. അങ്ങോട്ട് എത്തുമ്പോൾ നല്ല വീതിയുള്ള പ്ലോട്ടാണ് കേട്ടോ. മൊത്തം 32 സെന്റ് സ്ഥലമാണ് വരുന്നത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയിട്ട് നോക്കാം. ബസ് മിനിറ്റിന് പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബസ്. തളിപ്പറമ്പ് പെരുമ്പടവ് പോണ ബസ്സാണത്. ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എത്രങ്ങാനും ബസ് ഇപ്പൊ നമ്മള് വന്നപ്പോ തന്നെ എത്രങ്ങാനും പോയില്ലേ. അപ്പൊ തളിപ്പറമ്പിനും കണ്ണൂരൊക്കെ പോകാൻ ഒരുപാട് ബസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ചെറുപുഴയ്ക്ക് പോണ ബസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴി കേട്ടോ. അതാ ഈ കാണുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ അതാ വലിയ വണ്ടി, ചെറിയ വണ്ടി, എല്ലാ വണ്ടിയും വരുന്ന റോഡ് തന്നെയാണ് കേട്ടോ. വലിയ റോഡ് തന്നെയാണ്. അടുത്തതാ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. ആൾതാമസമൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് പണിയാനോ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടി കേട്ടോ. നല്ല ഹൈവേ സൈഡ് തന്നെ കിടക്കുന്ന സ്ഥലമാണ്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന പഞ്ചായത്ത് വരുന്ന നമുക്ക് ചപ്പാരപ്പടവാണ് വരുന്നത്. അതുപോലെ വില്ലേജ് വരുന്ന കൂവേരിയാണ്. ഇനിയിപ്പോ നമുക്ക് പറഞ്ഞൊരു 23 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുപുഴയ്ക്കും, അതുപോലെ 23 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിന്റെ അങ്ങോട്ടും, പിന്നെ ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പയ്യന്നൂർക്കുള്ള ദൂരമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇപ്പോൾ ആദായം എന്ന് പറയുന്നത് കുറച്ച് വരുമാനം കിട്ടുന്ന കുറച്ച് കവുങ്ങലുണ്ട്. നല്ല കായ്ക്കണ കവുങ്ങലുണ്ട്. അതുപോലെ വീട്ടിൽ ആവശ്യത്തിന് അരച്ചു കൂട്ടാനും വെളിച്ചെണ്ണ ആക്കാനും ഒക്കെ തേങ്ങയൊക്കെ ഇഷ്ടംപോലെ നല്ല കായ്ക്കണ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്ലോട്ടിനാണ് നോക്കി. തെങ്ങും കവുങ്ങും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതാക്കണേ നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് ചാരി കിടക്കുന്ന വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പൊ വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടേ, പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട്. നമുക്ക് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചപ്പാരപ്പടം എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ, അതുപോലെ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇടക്കോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് LP സ്കൂളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പെരുമ്പടവ് പോയാലാണെങ്കിലും അവിടെ ഹയർ സെക്കൻഡറി സ്കൂളും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. സ്കൂളിനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു 4-5 സ്കൂള് നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇതാക്കണ ഇതിനകത്ത് ഇപ്പൊ വെള്ളത്തിന്റെ സൗകര്യത്തിന് ഒരു കിണറെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഒന്ന് നോക്കാം. നമുക്ക് വെള്ളം ഉണ്ടായില്ലേ? വെള്ളം ഉണ്ട്. വെള്ളം നല്ല വെള്ളമാണ്, വറ്റാത്ത വെള്ളമാണ്. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് അല്ലേ? വെള്ളം ഇതേപോലെ നിൽക്കും. വേനൽക്കാലത്തും മഴക്കാലത്തും ഇതേ സെയിം ഇതിൽ തന്നെ നിൽക്കുക. അടിയിൽ തുരങ്കുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അടിയിൽ തുരങ്കുള്ളതാണ്. അപ്പൊ വറ്റൊന്നുമില്ല. ഫുൾ ടൈം അതേപോലെ ഉണ്ടാവും വേനൽക്കാണേലും. കണ്ണൂർ ജില്ലയിലൊക്കെ ഹൈവേ സൈഡിലൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാൻ, അല്ലെ ക്വാർട്ടേഴ്സ് പണിയാനൊക്കെ സ്ഥലം അന്വേഷിച്ച് നടക്കണ്ടേ, നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലോട്ടാട്ടോ. പിന്നെ ഇതാക്കുന്നത് ഇതേമാർക്ക് എവിടെയും വീണ് കയ്യും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 23 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാരപ്പടവൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. പിന്നെ ഒരു 100-200 മീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസും അതുപോലെ പഞ്ചായത്ത് ഓഫീസും എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ അടുത്തൊക്കെ ഒരുപാട് വീടുകളെല്ലാം ഉണ്ടോ നോക്കി. പ്ലോട്ടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ചുറ്റുപാടും വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആൾതാമസമൊക്കെ ഒരുപാടുണ്ട്, അയൽവാസികളൊക്കെ. പിന്നെ കവുങ്ങ് നല്ല കായ്ക്കണ കവുങ്ങ് കേട്ടോ. നല്ല കായ പിടിക്കുന്ന കവുങ്ങാണ്. പിന്നെ നമുക്ക് മേലെ റോഡാക്കണ ആ കാണുന്നതാണ് കേട്ടോ. വണ്ടികളൊക്കെ പോണത് ഇവിടുന്ന് കാണുന്നുണ്ട്. ക്യാമറയിൽ വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. ബസ്സൊക്കെ പോണത് നമുക്ക് പ്ലോട്ടിൽ നിന്ന് തന്നെ കാണുകയും ചെയ്യാം. ഹൈവേ സൈഡിൽ ബസ് റൂട്ടിന്റെ സൈഡിൽ വീട് വെച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരിട്ടോ. നല്ല കിടിലൻ സ്ഥലമാണ്. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ റോട്ടിൽ കണ്ട് ഇറക്കി നിർത്തിയാൽ മതി. എല്ലാ സ്കൂളിന്റെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ, ഗവൺമെന്റ് സ്കൂളിന്റെ ഒക്കെ ബസ് അതിൽ പോണതാണ്. പിന്നെ കണ്ണൂരിന് തളിപ്പറമ്പ്, പയ്യന്നൂർ, മറ്റേ ചെറുപുഴ, ഒരുവിധം എല്ലാ ഭാഗത്തോട്ട് ചപ്പാരപ്പടവൊക്കെ പോകുന്നത് ഇഷ്ടം പോലെ ബസ്സുണ്ട്. 5 കിലോമീറ്റർ ദൂരമാണ് നമ്മളെ പെരുമ്പടവിനൊക്കെ ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല കായ്ക്കണ കാപ്പി ഇതാട്ടോ. വീട്ടിലെ ആവശ്യത്തിനൊക്കെ നല്ല കാപ്പിപ്പൊടിക്ക് കാപ്പി എല്ലാം ഉണ്ട്. നല്ല കായ്ക്കണ മരം, 2-3 മരം ഉണ്ട്. അങ്ങോട്ടും ഉണ്ട് തോന്നണേ അല്ലേ?
നല്ല കായ്ക്കണ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറെ കൃഷികള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. നല്ല മണ്ണുള്ള സ്ഥലമാണ്. നല്ല മണ്ണുള്ള കല്ലോ പാറ അങ്ങനത്തെ വെട്ടുപാറ കാര്യങ്ങളൊന്നും അല്ല. നല്ല നല്ല മണ്ണുള്ള സ്ഥലമാണ്. ഇനി വേണമെങ്കിൽ വീടൊക്കെ വെച്ച് താമസിക്കാൻ ഫ്രൂട്ട്സ് ആയിട്ട് സാധനങ്ങളൊക്കെ കപ്പ, ചേന, ചേമ്പ് പോലത്തെ പല വക കൃഷി സംഭവങ്ങളൊക്കെ നടാനൊക്കെ പറ്റിയ സ്ഥലമാണ്. തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങുണ്ട്. വീട്ടിലെ ആവശ്യത്തിന് അരച്ചു കൂട്ടാനോ വെളിച്ചെണ്ണ ആക്കാനോ ഒക്കെ. വെളിച്ചെണ്ണക്കൊക്കെ എത്ര ലിറ്ററിന് 500 രൂപയാണ് വില ആവുന്നത്. പെരും വിലയാണ്. അപ്പൊ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കായ്ക്കണ തെങ്ങുണ്ട്. പിന്നെ കുറച്ച് കാട്ടുമരങ്ങളുണ്ട്, തേക്കുണ്ട്, അതുപോലെ തന്നെ പ്ലാവ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് എന്താ പറയാ പല വക മരങ്ങൾ കുറെ ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് ലൈന് നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഭാവിയിൽ ഇപ്പൊ നിങ്ങളൊരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗത്ത് വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റും സംഭവങ്ങളും നമ്മളെ ഈ പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. വെള്ളത്തിന്റെ സൗകര്യത്തിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ക്ഷാമങ്ങളോ ഒന്നും നേരിടൂല. അപ്പൊ ഒന്നും നോക്കണ്ട, എളുപ്പം പോകുന്ന പോലെ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും നല്ലൊരു കിട്ടിലും പ്ലോട്ടാണ്. വന്ന് കണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ സെന്റിന് വെറും 70,000 രൂപ ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഓണർ നമ്പറിൽ വിളിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളിട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ വിളിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.